നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇതൊരു വല്ലാത്ത കഥയാണ്. ഈ സർഫറാസ് ഖാനൊക്കെ എന്തൊരു മാറ്റമാണ്. 15 പന്തിൽ നിന്ന് ആൾ ഇന്ന് അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. 20 പന്തിൽ നിന്ന് 60 റൺസിന് മുകളിലടിച്ച് 62 റൺസ് അടിച്ചിട്ടാണ് അവൻ മടങ്ങിപ്പോയത്. അപ്പോൾ നമ്മളെന്ത് കരുതും, ആ ടീം ജയിച്ചിട്ടുണ്ടാവുന്നല്ലേ. എന്നാൽ അതിൽ വലിയ ടെസ്റ്റും ഉണ്ട്. പഞ്ചാബിനെതിരെ ഇന്ന് പൊളിച്ചടുക്കി. ഇന്നത്തെ പൊളിച്ചെടുക്കൽ മാത്രമല്ല, സർഫറാസ് ഖാൻ ഇപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് വാഴുകയാണ്, അതും വെടിക്കെട്ടിലൂടെ. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നമ്മളത് കണ്ടതാണ്. 47 പന്തിൽ നിന്ന് 100 നോട്ട് ഔട്ട്, 40 പന്തിൽ നിന്ന് 52 റൺസ് നോട്ട് ഔട്ട്, 25 പന്തിൽ നിന്ന് 64, 22 പന്തിൽ നിന്ന് 73. ഇത് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി T20. വിജയ് ഹസാരെ ട്രോഫി അപ്പോൾ നടക്കുന്നത് 50 ഓവർ മത്സരങ്ങളാണ്. അതിലാണ് ആദ്യം 49 പന്തിൽ 55. ഓക്കെ, അടുത്ത കളിയോ 75 പന്തിൽ നിന്ന് 157. ഈ കളിയോ 20 പന്തിൽ നിന്ന് 62. ഏത് ജാതി കളിയാണ്. അതായത് CSKക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു. വെറും 75 ലക്ഷത്തിനാണ് CSK സർഫറാസ് ഖാനെ സ്വന്തമാക്കിയത് എന്ന കാര്യം ഓർക്കുക. 15 പന്തിൽ നിന്നായിരുന്നു ഈ കളിയിൽ അർദ്ധ സെഞ്ചുറി വന്നത്. എന്നിട്ടെന്തുണ്ടായി? വെറും 216 റൺസാണ് പഞ്ചാബ് അടിച്ചിട്ടുണ്ടായിരുന്നത്. സർഫറാസിൻ്റെ ഇമ്മാതിരി വെടിക്കെട്ടുണ്ടായിട്ടും 215 റൺസിന് മുംബൈ അങ്ങ് ഓൾ ഔട്ടായി. അതും സൂര്യയും നമ്മുടെ ശ്രേയസ് അയ്യരും ശിവൻ ദ്യൂബയും ഒക്കെ ഉണ്ടായിരുന്ന ടീമാണിങ്ങനെ. സർഫറാസിന് ശേഷമാണ് ഇവരൊക്കെ ഔട്ടായി പോകുന്നതും. അപ്പോൾ പഞ്ചാബിൽ സൂപ്പർ താരങ്ങൾ അത്ര മിന്നിയിട്ടൊന്നുമില്ല. അഭിഷേക് ശർമ്മ 8, പ്രഭ് സിമ്രാൻ 11, പിന്നെ തിളങ്ങി ഇപ്പോൾ നമാന്തര 22, പിന്നെ തിളങ്ങി എന്ന് പറയാനുള്ള താരങ്ങൾ അൻമോൽ പ്രീത് 75 പന്തിൽ നിന്ന് 57, രമൺദീപ് 74 പന്തിൽ നിന്ന് 72. മോശമില്ലാത്ത പ്രകടനം നടത്തി. അപ്പോൾ 216 മുംബൈയുടെ ഈ പേര് കേട്ട ബാറ്റിംഗ് നിര, അങ്കരീഷ് രഘുവൻഷിയും മുഷീർ ഖാനും സർഫറാസ് ഖാനും ശ്രേയസ് അയ്യരും സൂര്യയും ശിവൻ ദ്യൂബയും ഇത് അനായാസം അടിച്ചു എന്ന് കരുതിയതാണ്. അങ്ങനെ തന്നെയായിരുന്നു അവരുടെ പോക്കും. അങ്കരീഷ് രഘുവൻഷി 22, മുഷീർ ഖാൻ 21, സർഫറാസ് ഖാൻ 62. ഇങ്ങനെ പോയതാണ്. സർഫറാസ് വീഴുമ്പോഴേക്കും അവർ ഏതാണ്ട് നല്ല ഒരു രൂപത്തിലേക്ക് വെറും 15ാമത്തെ ഓവറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 139 റൺസായിരുന്നു. 3 വിക്കറ്റ് 139. അവിടെ നിന്നാണ് പിന്നെ വീഴുന്നത്. അടുത്ത വിക്കറ്റ് സൂര്യ വീഴുന്നു. അപ്പോൾ 169 റൺസാണ് സ്കോർ കാർഡിൽ. സൂര്യ 15 റൺസ്. ശ്രേയസ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശിവൻ ദ്യൂബ് തൊട്ട് പിന്നാലെ മടങ്ങിപ്പോകുന്നു. അപ്പോൾ 191 റൺസിന് 5 വിക്കറ്റ് 191 ആകെ 216 മതി, 17 മതി ജയിക്കാൻ. 5 വിക്കറ്റിന് 191. അതും 20ാമത്തെ ഓവറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എത്രയോ ഓവറുകൾ ബാക്കി. ജയിക്കാനാകെ വേണ്ടത് 22 റൺസ്. 5 വിക്കറ്റ് കയ്യിലുണ്ട്. മുംബൈ ജയിച്ചെന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് ആ വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീഴുന്നത് നമ്മൾ കാണുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 45 റൺസ്. ശ്രേയസ് പോകുന്നു. പിന്നാലെ ബാക്കി താരങ്ങളൊക്കെ വീണുകൊണ്ട് അവരുടെ ടീമിൻ്റെ പ്രകടനം അങ്ങ് അവസാനിച്ച് 215 ഓൾ ഔട്ടായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മായങ്ക് മാർക്കണ്ടയും ഹർപ്രീത് ബ്രാറും ഹർനൂർ സിംഗും ഗുർനൂർ ബ്രാറും ഒക്കെ വിക്കറ്റുകൾ പിന്നാലെ വീഴ്ത്തിയപ്പോൾ അവിടെ വീണുപോയി മുംബൈ. അതും ഒറ്റ റൺസിനാണ് തോൽവി. നോക്കണം, ഗുർനൂർ ബ്രാർ 4 വിക്കറ്റുകൾ വീഴ്ത്തി, മായങ്ക് മാർക്കണ്ടയും 4 വിക്കറ്റുകൾ വീഴ്ത്തി. സർഫറാസിൻ്റെ ഈ വെടിക്കെട്ട് പ്രകടനം പക്ഷേ പരാജയത്തിലേക്കാണ് എത്തിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.